താരപ്പകിട്ടിലേക്ക് സ്വാഗതം. താരപ്പകിട്ട് 200-ാം എപ്പിസോഡിൻ്റെ നിറവിലാണ് ഇന്ന്. ഒരുപാട് അഭിമാനത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ വിനീത്. വിനീത്, നമസ്കാരം. ആദ്യമായിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. 200th എപ്പിസോഡ്, ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ആൻഡ് എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ, ഈ ഒരു 200th എപ്പിസോഡിൽ ജയന്തിയുടെ മുന്നിൽ വന്നിരിക്കാൻ കഴിഞ്ഞത്. എനിക്ക് എന്താണ് പറയേണ്ടത്, എനിക്ക് ഒരുപാട് സന്തോഷം. കാര്യം വിനീതിനെയാണ് ഞങ്ങൾക്ക് അതിഥിയായി കിട്ടിയിരിക്കുന്നത്. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഇന്നും വിനീത് 32 വർഷം കഴിഞ്ഞപ്പോഴും മലയാളികളുടെ ഇടയിൽ സിനിമയിൽ യങ് ആക്ടറാണ്. അതെ, ബിക്കോസ് എനിക്ക് തോന്നുന്നു ഈ നമ്പർ ഓഫ് ഇയേഴ്സിൽ കാര്യമില്ല. ഐ തിങ്ക് ഇറ്റ്സ് ദി ക്വാളിറ്റി ഓഫ് വർക്ക് യു ഡൺ, നമ്മൾ ചെയ്യുന്ന പടങ്ങൾ. അപ്പം എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈ വർഷങ്ങളിൽ മാസ്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഡയറക്ടേഴ്സ് ആയാലും ആക്ടേഴ്സ് ആയാലും ടെക്നീഷ്യൻസ് ആയാലും ഓൾ ക്രീം ഓഫ് ദ ലോട്ട്. അങ്ങനത്തെ ഒരുപാട് ഗ്രേറ്റ് ആചാര്യന്മാരുടെ കൂടെയാണ് ഞാൻ പഠിച്ച് വളർന്നത് സിനിമയിൽ. സോ അത് 32 ഇയേഴ്സിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസിനാണ് ഞാൻ വാല്യൂ കൊടുക്കുന്നത്, മോർ ദാൻ മീ ബീയിങ് ദെയർ ഫോർ 32 ഇയേഴ്സ്. നമ്പറിൽ കാര്യമില്ല എന്ന് പറഞ്ഞാലും ആ ഇയേഴ്സിൻ്റെ ഒരു ഗ്രേസ് ഉണ്ട്. കാര്യം മലയാളികൾക്ക് പല ലാംഗ്വേജിലും അഭിനയിച്ചു. പ്രേക്ഷകർക്ക് വിനീത് എന്ന് പറയുന്ന നടനെ 1% പോലും മിസ് ചെയ്തിട്ടില്ല. വിനീത് ഒരു വർഷം എത്ര സിനിമ ചെയ്തു എന്ന് ചോദിക്കുന്നില്ല. പക്ഷേ മലയാളികൾ കൂടുന്ന വേദിയിൽ ആ ഒരു സ്റ്റേജിൽ വിനീതിൻ്റെ പെർഫോമൻസ് ഉണ്ടാവും. ഇല്ല, വിനീത് സ്റ്റേജിലില്ലെങ്കിൽ വിനീത് ടി വിയിൽ വരും, വിനീത് ടി വിയിലില്ലെങ്കിൽ വിനീത് തിയേറ്റർ സിനിമയിൽ വരും. അപ്പോൾ ഓൾവേസ് യു ആർ ദെയർ. അത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ബിക്കോസ് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരിക, പ്രേക്ഷകരത് ആക്സെപ്റ്റ് ചെയ്യുക, അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹം. ആസ് എ പെർഫോമർ ഓൾസോ ഐ എം സെയിങ്, സ്റ്റേജ് പെർഫോമൻസസിൽ വരാൻ കഴിയാന്നുള്ളത് നമ്മൾ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ത്രൂ അവർ ആർട്ട് ഫോം. ദാറ്റ് ഈസ് മൈ ഡാൻസിങ്. സോ അതിൽ തന്നെ ഞാനത് ഏറ്റവും അധികം എൻജോയ് ചെയ്തിട്ടും ഒരുപാട് വർക്ക് ചെയ്തിട്ടുമാണ് ചെയ്യാറ്. ഒരിക്കലും ഒരു എനി സ്റ്റേജ് ഷോ നമ്മൾ ചെയ്യുമ്പം ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് ജസ്റ്റ് ഒരു നമുക്ക് പോയി ചെയ്തിട്ട് വരാതല്ല. വി ഷുഡ് ഓൾവേസ് ഫോക്കസ് ഓൺ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ആൻഡ് അതുണ്ടാക്കുന്ന ഇമ്പാക്ട്. ബിക്കോസ് ദ പീപ്പിൾ ഹു ആർ ഗോയിങ് ടു വാച്ച് യു നോ അവരുടെ അപ്രിസിയേഷനാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻറ്റ്. സോ അതിന് ഞാൻ എപ്പോഴും I enjoy it and അതുകൊണ്ട് everything else comes with it. ഈവൻ പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും മാധ്യമങ്ങളുടെ ഇടയിൽ നിന്നും ഒക്കെ എനിക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു താരപരിവേഷമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ ഐഡൻറ്റിറ്റി. യെസ്, വിനീത് വന്നു, അത് എൻ്റെ ആളാണ്, ആ ക്ലോസ്നെസ് അതാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. ആൻഡ് ഞാൻ വീണ്ടും പറയണം, അതെല്ലാം ഈ ക്വാളിറ്റി ഓഫ് വർക്ക്, എത്തരം കഥാപാത്രങ്ങൾ, എത്തരം സിനിമകൾ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആൻഡ് ഗുഡ് വിൽ ഓഫ് വർക്ക് എന്ന് പറയും. ഇപ്പം നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഗുഡ് വിൽ ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ സക്സസ്. നേരത്തെ പറഞ്ഞു, ഏറ്റവും വലിയ ഭാഗ്യമാണ് ലെജൻസിൻ്റെ കൂടെ, ആചാര്യന്മാരുടെ കൂടെ. ആദ്യത്തെ സിനിമ ഇടനിലങ്ങൾ, രണ്ടാമത്തെ സിനിമ നക്ഷതങ്ങൾ ഹരിഹരൻ സാറിൻ്റെ കൂടെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? എത്രത്തോളം ടെൻസ്ഡ് ആണ്? കാര്യം ഇത്രയും വലിയൊരു സംവിധായകൻ. അതോ ആ ഏജിൽ അത്തരം ഒരു തിരിച്ചറിവൊക്കെ ഉണ്ടായിരുന്നു? അല്ല, അതാണ് ഞാൻ പറയുന്നത്. 16 പോകുന്ന സമയമാണ് നക്ഷതങ്ങൾ. ഇടനിലങ്ങൾ ശശിയേട്ടൻ്റെ കൂടെയായിരുന്നു. ആ പടത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അതാണ് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ്. അത് എനിക്കൊരു ഡ്രീം ലാൻഡ് ആയിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് എ ഡ്രീം ലാൻഡ്. ഞാൻ 10th പഠിക്കുമ്പം ജസ്റ്റ് ടു എക്സ്പീരിയൻസ് വാട്ട് ഇസ് സിനിമ, അത് ഇങ്ങനെ ഒരു യാദൃശ്ചികമായിട്ട് വന്ന് കിട്ടിയ ഒരു അവസരമാണ് ഇടനിലങ്ങൾ. ചെറിയ വേഷമായിരുന്നെങ്കിലും ഞാനത് വേറെ പടം ഉദ്ദേശിച്ചാണ് ഞാൻ പോയത്. അപ്പം എന്നെ വന്ന് വിളിച്ചത് സരസ്വതി സാറുടെ, MT സാറിൻ്റെ വൈഫിൻ്റെ സ്റ്റുഡൻറ്റ് ഒരു പയ്യനുണ്ട്. അപ്പോൾ ഇന്നൊരു ക്യാരക്ടർ. അപ്പോൾ അതിന് ജസ്റ്റ് മുമ്പേ ഋഷിശൃംഗിന് വേണ്ടി ഭരതേട്ടൻ സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്തൊക്കെ വെച്ച സമയമായിരുന്നു. പക്ഷെ ആ പ്രോജക്റ്റ് നടക്കാതെ പോയി. ദിസ് ഇസ് ഇൻ 84. സോ അത് കഴിഞ്ഞ് 85 ഇങ്ങനെ, അപ്പം ഇങ്ങനെ ഒരാളുണ്ട് എന്ന് ഇപ്പോൾ സിനിമയിലൊക്കെ അന്നത്തെ കാലത്ത്, എസ്പെഷ്യലി ഇത്തരം ബിഗ് പ്രൊഫൈൽ ഡയറക്ടേഴ്സിൻ്റെ ഇടയിലൊക്കെ ഡിസ്കഷനിൽ വരുമ്പം കാസ്റ്റിംഗ് സമയത്ത് അവരിങ്ങനെ
അന്വേഷിക്കും. ബിക്കോസ് ഇന്നത്തെ പോലെയല്ല, അന്ന് വെരി ഫ്യൂ ന്യൂ കമേഴ്സ്. ഇപ്പം എവറി ഫിലിം യു ഡോണ്ട് ഗെറ്റ് ന്യൂ കമേഴ്സ്, അങ്ങനെ അല്ല. ഈവൻ അതർവൈസ് ഇപ്പം ഈവൻ ഇഫ് വി ഹാഡ് സംവിധായകർ പുതുമുഖങ്ങളെ മാത്രം വെച്ച് ചെയ്യുന്ന സംവിധായകരുണ്ടായിരുന്നു. അപ്പം അതിൽ പ്രാവീണ്യം നേടും. ബിക്കോസ് അതൊരു ടാസ്ക്കാണ്. ആ കംപ്ലീറ്റ് ആ സിനിമ എന്താണെന്നുള്ളത് പഠിപ്പിച്ച് കൊടുത്തിട്ട് വേണം എടുക്കാൻ. സോ ഇറ്റ്സ് എ ലോട്ട് ഓഫ് ടൈം കൺസ്യൂമിങ് പ്രോസസ്. സോ ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദോസ് മാസ്റ്റേഴ്സ് ലൈക്ക് ഹരിഹരൻ സർ, ഫാസിൽ സർ, ഭരതേട്ടൻ. പച്ചിക്കൊക്കെ ഇതിൻ്റെ ആളായിരുന്നല്ലോ. പുതുമുഖങ്ങളെ തേടി കണ്ടുപിടിച്ച് ആ പൾസ് നോക്കി മോൾഡ് ചെയ്യുന്ന മാസ്റ്റേഴ്സ് ആയിരുന്നു ഫാസിൽ സാറും, ഹരൻ സാർ, ഭരതേട്ടൻ. ഇവരൊക്കെ, പത്മനാഭൻ സാർ, മേനൻ സർ, ബാലേന്ദ്ര മേനൻ സർ. സോ അവർ ദർ ഓൾ നോൺ ഫോർ ദാറ്റ്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഹരൻ സാറൻ, എവിടെയോ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചതാണ്, പുതുമുഖങ്ങളെ ഞാൻ അന്വേഷിച്ചെടുക്കുന്നത് അവർ ക്ലീൻ സ്ലേറ്റിൽ നിന്ന് തുടങ്ങാം, നമ്മൾ പറയുന്നത് അവരിലൊന്നും പഠിക്കാതെ മെഗപ്പ് ചെയ്യാതെയാണ് വരുന്നത്. അതൊരു വലിയ കാര്യമാണ്. അല്ല, എനിക്കത് പുതുമുഖങ്ങൾ മാത്രമല്ല, ഈവൻ എക്സ്പീരിയൻസ്ഡ് ആയ ആർട്ടിസ്റ്റും ഹരൻ സാറിൻ്റെ ഒക്കെ സെറ്റിൽ വരുമ്പോൾ ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ടാണ് പോവുക. ബാക്കി അങ്ങനെ ഏറ്റെടുത്തോളും. സോ ഞാൻ പറഞ്ഞു വന്നത്, ആ സമയത്ത് അങ്ങനെയാണ് ഞാൻ ശശിയുടെ പടത്തിലേക്ക് വിളിക്കുന്നത്, ഇടനിലങ്ങൾ. അപ്പോൾ അതിൽ ഇതെന്താണ്, ബിക്കോസ് ഫിലിം ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഓൾവേസ് ഇപ്പോൾ ലൈക്ക് ആ കാലത്ത് എനി യങ്സ്റ്റേഴ്സിനെ പോലെ ഐ വാസ് ഓൾസോ ഭയങ്കര ഒരു ഫിലിം ബഫ് ആയിരുന്നു. നെക്സ്റ്റ് വാച്ച് ഫിലിംസ് ആൻഡ് ഇറ്റ്സ് ഓൾവേസ് ഒരു ഫാന്റസി വേൾഡ് ഫോർ ആൻ ഔട്ട്സൈഡ്, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്. അതെ, ഇന്നത്തെ പോലെ അന്ന് അങ്ങനെ ആക്സസും ഇല്ല ആക്ടേഴ്സിന്. ഇപ്പം നമുക്ക് ഇന്നിപ്പം ലാലേട്ടനെയും മമ്മൂക്കനൊക്കെ ഫംഗ്ഷൻസിലും ടി വിയിൽ ഇന്റർവ്യൂസിലും ഇപ്പോഴത്തെ എല്ലാ ആർട്ടിസ്റ്റിനെയും യു ഗെറ്റ് ടു സീ ദം. അന്ന് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. മീഡിയ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ കാലത്താണ് പറയുന്നത്, അതിനു മുമ്പ് അതൊട്ടും ഇല്ലായിരുന്നു. അതായത് മെഡ്രാസിലൊക്കെ ശിവാജി സാറിൻ്റെയും പപ്പിമ്മയുടെയും ഈവൻ കമൽ സാറിൻ്റെ ഒക്കെ വീട്ടിൻ്റെ മുമ്പിൽ ബസ്സിൽ, അത് ഇറ്റ്സ് ലൈക്ക് ഒരു ടൂറിസ്റ്റ് വരുന്നതിൽ ഒരു ട്രിപ്പ്. അതാണ് വിസിറ്റിംഗ് രജനികാന്ത് ഹൗസ് ഇസ് പാർട്ട് ഓഫ് ദ ടൂർ. അപ്പൊ അതിന്റെ വീട്ടിലെ സൈറ്റ് സീയിങ് പോലെയായിരുന്നു. അതായത് അത്രയും റെയർ ആയിട്ടാണ് ഇവരെ കാണാൻ കിട്ടുക. അന്ന് വന്ന കണ്ടോളന്നൊന്നുമില്ല, അദ്ദേഹം അവിടെ ഉണ്ട്, അദ്ദേഹം ചിലപ്പം അദ്ദേഹം വന്ന് ബാൽക്കണിയിൽ നിന്ന് ഒന്ന് വേവ് ചെയ്തിട്ട് പോകും. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ദാറ്റ് വാസ് ദ ടൈം. സോ ദേർ വർ ടൈംസ് ലൈക്ക് ദാറ്റ്. അങ്ങനെയുള്ള സമയത്ത് നിന്ന് എൻ്റെ കാലത്ത് ഓഫ് കോഴ്സ് വായിച്ചിട്ടും മാസികകളിലൂടെയും ഒക്കെ അറിയാമെങ്കിലും ആക്ടേഴ്സിനെ കാണുക എന്നുള്ളൊരു ഇതില്ലായിരുന്നു. സോ ഷൂട്ടിംഗ് സമയത്തിൽ വെൻ സ്റ്റാർസ് കെയിം ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര ഒരു ഫാൻറ്റസി, ഒരു ഡ്രീം വേൾഡ് കമ്മിങ് റിയൽ പോലെയായിരുന്നു. ഇപ്പം എൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ 6th or 7th പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു സന്ദർഭത്തിൻ്റെ ഷൂട്ടിംഗ് തലശ്ശേരി നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നും മമ്മൂക്കനൊക്കെ ഞാൻ ലൈവായിട്ട് കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ്. ഐ വാസ് ഇൻ ദ ക്രൗഡ്. സീമ ചേച്ചി വാസ് ദേർ, ശാലിനി വാസ് ബേബി അന്ന്, സുമാരി ആൻറ്റി. അപ്പോൾ ഇവരൊക്കെ ദൂരത്തുനിന്ന് കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇത് എന്നെ പോലെ ഒരുപാട് ആർട്ടിസ്റ്റിന് ഷെയർ ചെയ്യാനുണ്ടാവും. സോ ദാറ്റ് ഇസ് ഹൗ വി ഗ്രോൺ സീയിങ് ദീസ് ഗ്രേറ്റ് ആക്ടേഴ്സ്. ആൻഡ് അവരുടെ കൂടെ ഇടപഴകാൻ കഴിയില്ല, അവരെ നേരിട്ട് അറിയാം. ദാറ്റ്സ് ഓൾ. നോട്ട് ഇടപഴകൽ ഓൾസോ ഇല്ല. യു കാൻ ജസ്റ്റ് ഗോ ആൻഡ് സിറ്റ് ആൻഡ് ടോക്ക് ലൈക്ക് എ ഫ്രണ്ട് വിത്ത് മമ്മൂക്ക ഓർ അന്ത കാലത്തിൽ. ഐ മീൻ ഓൾ സീനിയേഴ്സ്. സോ ഒരു ന്യൂ കമ്മർ ആയിട്ട് വരുമ്പോൾ അതിൻ്റെതായ ഡിസ്റ്റൻസ് ഉണ്ടാവും. യു ഡോണ്ട് ഗോ ആൻഡ് സിറ്റ് ആൻഡ് ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് വിത്ത് റെസ്പെക്ട്. പക്ഷെ വാട്ട് ഇസ് ദാറ്റ് വേൾഡ് എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ക്യൂരിയോസിറ്റി മെയിൻലി ഒരു ആസ് എ യങ് ചൈൽഡ് അന്നുണ്ടായിട്ടുണ്ട്. ആൻഡ് ഓൾറെഡി ഇൻ ടു ആർട്സ്, ഡാൻസിങ് ഉണ്ട്, തിയേറ്റർ ബോർഡ് ആക്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട്. സോ അങ്ങനെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റിക്കാണ് ഞാൻ ആ പടം ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് എന്താണെന്നൊന്നും അറിയില്ല. ഐ വി ശശിയുടെ പടത്തിൽ ഒരു ചെറിയൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പം ഇങ്ങനെ വാസുവേട്ടൻ്റെ സരസ്വതി ടീച്ചറുടെ സ്റ്റുഡൻറ്റ് ഒരു പയ്യൻ ദാമോദരൻ മാഷാണ് അന്വേഷിച്ച് വരുന്നത്. ദാമോദരൻ മാഷ് ഇസ് നത്തിങ് ടു ഡു വിത്ത് ദറ്റ് ഫിലിം. പക്ഷെ അദ്ദേഹം അച്ഛൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് വീട്ടിലന്ന് വന്ന് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഒന്ന് അത്യാവശ്യമായിട്ട് പോകണം, ഇത് പറ്റുമോ എന്ന് ചോദിക്കാനാണ് അച്ഛൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഐ വാസ് ഓൾ ചാർജ്ഡ് അപ്പ് ബിക്കോസ് മറ്റേ പ്രോജക്റ്റ് ഇല്ല, അത് ക്യാൻസലായി, ഋഷിശങ്കർ. സോ ഇത് എന്താണ്, എനിക്ക് ഐ ജസ്റ്റ് വോണ്ട് ടു ഡു സംതിങ് ലൈക്ക്. അപ്പോൾ പക്ഷെ പോകാൻ പറ്റുമോ, അത് പിറ്റേ ദിവസം സ്കൂളിൽ പെർമിഷൻ ചോദിക്കണം, എത്ര ദിവസം വേണം. സോ അതങ്ങനെ അതിന് പെർമിഷൻ കിട്ടി. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ആ പോയി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓഫ് ദിസ് ഒരു 15 days. ആൻഡ് ഐ വെന്റ് അലോൺ ആ ഏജിൽ. ഐ റിമെമ്പർ ഞാൻ പോയി കാണുന്നത് ആദ്യം ഹോട്ടലിൽ വൈകുന്നേരം എത്തി, പാലക്കാട് ഇന്ദ്രപ്രസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ദാമോദരൻ മാഷ് കാലിക്കറ്റിൽ ഇറങ്ങി. അന്നൊക്കെ ഒരു പ്രൊഡക്ഷൻ മാനേജർ കൂടെ എസ്കോർട്ട് ചെയ്യാൻ.
ഡ്രൈവറും ഒരു പ്രൊഡക്ഷൻ മാനേജർ, ഒന്നുകിൽ മെയിൻ മാനേജർ, ഇപ്പം സീനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ മെയിൻ എക്സിക്യൂട്ടീവ് വരും, അല്ലെങ്കിൽ അവരെ അസിസ്റ്റൻസ് ഉണ്ടാവും. ദേ യൂസ് ടു എസ്കോർട്ട് ആർട്ടിസ്റ്റ് ടു ദ ലൊക്കേഷൻ. സോ അങ്ങനെ അവരുടെ കൂടെ അവിടെ എത്തിയിട്ട് നേരെ ലൊക്കേഷനിലേക്ക് പോകണം രാത്രി. അതായത് ശശിയേട്ടനെ കാണണം, ഈ പയ്യൻ ആരാന്ന് കാണണമല്ലോ. ഞാൻ പോകുമ്പം കാണുന്നത് ഒരു ഫൈറ്റ് സീക്വൻസ് ആണ്. ത്യാഗരാജ മാഷ്, ലാലേട്ടനും വിൻസെന്റ് ചേട്ടനുണ്ട് തോന്നുന്നു പണ്ടത്തെ, അദ്ദേഹം സീമ ചേച്ചിയുണ്ട്, സുകുമാരി ആൻറ്റി, ഇവരൊക്കെ ഇരിക്കുന്നുണ്ട്. സോ അന്നത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ മിനി ബ്രൂട്ട് എന്ന് പറഞ്ഞൊരു ലൈറ്റ് ഉണ്ട്, ഇങ്ങനെ ബ്ലൂ ഫിൽറ്ററൊക്കെ ഇട്ടിട്ട്, അതൊക്കെ ഇട്ട് ജനസമുദ്രമാണ്. ലൈക്ക് ഇങ്ങനെ കയറൊക്കെ കെട്ടി ആൾക്കാർ ഇങ്ങനെ രാത്രി ആ കാലത്ത് ഷൂട്ടിങ് കാണാൻ അത്ര ജനങ്ങൾ. ഇതിന്റെ ഇടയ്ക്ക് കൂടെയാണ് ഈ കാറൊക്കെ പോകുന്നത്. അവിടെ എത്തി. ആൻഡ് there was a particular kind of chairs those days. ഈ ഒരു അലുമിനിയം ചെയർസ് ആണ്, very comfortable chairs, and our chairs were meant only for the director and the main technicians and actors. എല്ലാവരും ഒന്നും അതിൽ പോയിരിക്കില്ല. ഇപ്പം ലാലേട്ടൻ ഉണ്ടാവും, അല്ലെങ്കിൽ സീമൻ അവരൊക്കെ ഇരിക്കുന്നുണ്ട്. So this is my memory. And so you can imagine a 15-year-old boy going there into this magical world. അതെ. എന്നിട്ട് അപ്പം എന്നെ കണ്ട് അപ്പം പറഞ്ഞു, ശശിയേട്ടൻ പറഞ്ഞു ഇങ്ങനെ സുകുമാരി അമ്മയുടെ മകനായിട്ടൊരു ചെറിയ വേഷം, ഒരു 10 ദിവസം നിൽക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് അച്ഛനോട് ചോദിച്ചിട്ട്, അപ്പോൾ പിറ്റേ ദിവസം ഹെഡ് മാസ്റ്റർ സമ്മതിച്ചു. അങ്ങനെ അപ്പം ഞാനും പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ ഈ അന്ന് രംഗം എന്ന് പറഞ്ഞിട്ടൊരു പടം MT സാറ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ എപ്പോഴും ടീച്ചർ ഇങ്ങനെ ഡാൻസ് ക്ലാസ്സിൽ വശം പറഞ്ഞിട്ടുണ്ട്, അസുവായിട്ട് ഇങ്ങനെ ഡാൻസ് ബേസ് ചെയ്ത ഒരു പടം തുടങ്ങുന്നുണ്ട്, ലാലിനെയും ശോഭനേനെയും വെച്ചിട്ട്. അപ്പം അതിലെന്തോ ഡാൻസ് സ്റ്റുഡൻസ് ആയിട്ടോ അതിന് വിളിച്ചതായിരിക്കും എന്നുള്ള ധാരണയിൽ മുഴുവൻ ഡാൻസുമായിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ പോയാൽ എനിക്കൊരു ട്രൗസറും ഒരു ഒരു കയ്യില്ലാത്ത ബനിയനും എടുത്ത് ബൈക്ക് ഡാൻസ് എന്നൊക്കെ വിചാരിച്ച് അവിടെ പോവാണ്. അതായത് സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പം ഇത് ഞാനൊക്കെ ഇപ്പം മാഷ് വിളിക്കാൻ വന്നപ്പോഴും ഇത് ഏതാ പടം എന്നൊന്നും അറിയില്ല. ഈ ശശിയുടെ പടമാണ്, വാസുവേട്ടൻ്റെ സ്ക്രിപ്റ്റ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം MT സാറിൻ്റെ സ്ക്രിപ്റ്റ് ഇതാ, അപ്പം ഇതായിരിക്കണം മേ ബി. ലൈക്ക് ഇങ്ങനെ ഉണ്ടല്ലോ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ട് കൂടെ നിൽക്കാനൊക്കെ വിളിച്ചതായിരിക്കും എന്നുള്ള, അതാണ് എൻ്റെ, അല്ലാണ്ട് അങ്ങ് വേറെ മോഹമൊന്നും. സോ ഐ വെന്റ് ദേർ ലൈക്ക് ദാറ്റ്. ആൻഡ് ഈ അപ്പോൾ ഈ 9th ഒക്കെ ആയ സമയമാണല്ലോ, അപ്പോഴത്തേക്ക് നമ്മൾ ഗ്രാജുവേറ്റഡ് ടു പാൻസ്, ട്രൗസറൊക്കെ കഴിഞ്ഞു. പിന്നെ ട്രൗസർ കിട്ടല് ഒരു അലർജിതാണ്. ഇന്നാണ് പിന്നെയും ഒരു ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞു. അന്ന് അങ്ങനെയല്ല, പാന്റിലേക്ക് പോയാൽ പിന്നെ ട്രൗസർ നോക്കുന്ന പ്രശ്നമില്ല, ഗ്രോയിങ് അപ്പ്, അതാണ്. പക്ഷെ ഈ ട്രൗസർ കണ്ടതോടെ എൻ്റെ ഹാർട്ടിന്ന് എന്തോ ഞാൻ പറഞ്ഞു, ഇത് ഞാനെങ്ങനെയാണ്. അന്ന് എനിക്ക് അതെന്തോ ഒരു സ്വിം സൂട്ടൊക്കെ തന്ന പോലെയായിരുന്നു. ഞാൻ പറഞ്ഞു ഇത്. അപ്പം ശശിമോഹൻ എന്ന് പറഞ്ഞിട്ട് ശശിയേട്ടൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പം അത് അദ്ദേഹം ഇല്ല ഇപ്പം. ഒരുപാട് പടങ്ങൾ ശശിയേട്ടൻ്റെ കൂടെ ചെയ്തതാണ്. അപ്പോൾ ശശിമോഹനേട്ടനാണ് എന്നെ കൊണ്ടുപോയിട്ട് ഈ ഡ്രസ്സ് തരുന്നത്. പിന്നെ അതങ്ങ് ഇട്ടു, വേറെ നിവൃത്തിയില്ല, അതിട്ടിട്ട് അങ്ങനെയാണ് ആ പടം ചെയ്യുന്നത്. പക്ഷെ ദാറ്റ് ഷൂട്ടിംഗ് വാസ്, എനിക്ക് ഇറ്റ് വാസ് ഒരു ഡ്രീം വേൾഡ്, ലുക്കിംഗ് അറ്റ് ഓൾ ദീസ് ഗ്രേറ്റ് ആക്ടേഴ്സ് അറൗണ്ട്. ആൻഡ് അവർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. ലൈക്ക് ഈ ഷോട്ടൊക്കെ കഴിഞ്ഞ് ഇവരെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടുള്ള ഇൻട്രോ. അപ്പം നമ്മളൊക്കെ ഒരു സൈഡിലിരുന്ന് ഐ വിൽ ജസ്റ്റ് വാച്ചിങ് ദം. ലൈക്ക് എനിക്ക് ഓർമ്മയുണ്ട്, സീമ ചേച്ചി യൂസ് ടു മേക്ക് മീ ഡാൻസ്. മോനെ വന്ന് ഞാൻ ഡാൻസ് ചെയ്യുന്ന ഇടക്കിടക്ക് എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കും. പപ്പിമ്മയുടെ നെവ്യൂ ആണെന്ന് അറിയാം, സരസ്വതി ടീച്ചർ സ്റ്റുഡൻ്റ് ആണെന്ന് അറിയാം. സോ എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ സീമ ചേച്ചിക്ക് ഡാൻസ്. അങ്ങനെ ഷീസ് വെരി ഫൺ. സുകുമാരി ആൻറ്റി വാസ് ദേർ, Meena Michi, Lalitan, and all these legends, greats, and Shashiatan, of course. So they all used to sit together and talk, and so much of fun. There'll be a lot of junior artists. Because ഒരു ഇതായിട്ടായിരുന്നു, ഒരു കവല പോലത്തെ ഒരു കോളനി പോലെയായിരുന്നു ആ പടത്തില്. സോ അങ്ങനത്തെ ഒരു ഡ്രീം വേൾഡ് എന്നാണ് എൻ്റെ തുടക്കം. സോ അപ്പോൾ ഈ ആക്ടിങ് ന്യൂവൻസസോ അല്ലെങ്കിൽ ഡയലോഗ് മോഡുലേഷനോ ഇതൊന്നും തലയിലില്ലെന്ന്. ഡയലോഗ് പറഞ്ഞു തരും, അതപ്പം അത് നോക്കും, അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് പറയാം. അതേപോലെ തത്ത പറയുന്ന പോലെ പറയാന്നല്ല, അത് എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അവിടെ അതിലെന്ത് ഇമോഷൻ വരണം, അല്ലെങ്കിൽ അത് മോഡുലേറ്റ് ചെയ്യുന്ന കറക്റ്റ് ആണോ, അത് ഗ്യാപ്പ് ഇട്ടത് ശരിയാണോ, ഇതെല്ലാം ഒന്നും നോക്കുന്നില്ലല്ലോ. അവിടെ മോനെ റൈറ്റ് ക്യാമറ ഇതാ, ഈ കൈ നോക്കണം എന്ന് പറഞ്ഞാൽ കൈ നോക്കുക, ചിരിക്കുക, നോക്കുക, അത്ഭുതം അവിടെ എന്തോ നടക്കണ്ടല്ലോ, ഇതായിരുന്നു. Not even to the extent like what the scene was. ഇന്ന് ഇത്തരത്തിലൊരു സിനിമ
ചെയ്ത് സ്കൂളിൽ പോയാൽ പെട്ടെന്ന് നമുക്ക് യൂട്യൂബിലെടുത്ത് കാണിക്കാം, തിയേറ്ററിൽ വരുമ്പോൾ ഫ്രണ്ട്സിനോട് പോയി കാണാൻ പറയാം, ടി വിയിൽ വാച്ച് ചെയ്യാം. പക്ഷെ അന്നത്തെ കാലത്ത് എങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തു അബൌട്ട് വാച്ചിങ് ഓൾ ദീസ് ഗ്രേറ്റ് പീപ്പിൾ. അതിൻ്റെതെല്ലാം ആ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. തിരിച്ചു വന്നിട്ട് ഞാൻ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യായിരുന്നു ആ സ്കൂളിലേക്ക് തിരിച്ചു വരാൻ തന്നെ കുറച്ച് സമയം എടുത്തു വന്നിട്ടും. അതെ, മാത്രമല്ല ഞാൻ അത് സ്ട്രെസ് ചെയ്ത് പറയണം. ആ പ്രായത്തിൽ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം imagine like a young little boy was there and I was enjoying every bit of it and people were so nice. See, that is cinema. അങ്ങനെ ഒരു സൈഡ് ഉണ്ട് സിനിമയ്ക്ക്. And അതായത് that was the passion everybody had towards the creativity there, and അതിൽ you be part of it, you watch them. So I saw that and I tasted that affection and warmth and bonding. ആൾക്കാർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അത് ഞാൻ അന്ന് ഐ തിങ്ക് അത് എവിടെയോ മനസ്സിൽ ഇങ്ങനെ, and that is what attracts. It's like a magnetic this thing. So once you're into cinema, correct, തിരിച്ചു പോവാൻ pulls in you, but at the same time നമ്മുടെ ഉള്ളിൽ ആ പാഷൻ വേണം for the creative side or the artistic side. വിനീതിൻ്റെ ഏത് ക്യാരക്ടർ കണ്ടാലും പെട്ടെന്ന് രാമു ആയാലും ഹരിദാസ് ആയാലും മാധവനായാലും ഒക്കെ, പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന വിനീത് അല്ലാത്തൊരു ഒരു വ്യക്തി, ഒരു കഥാപാത്രമാണ് ശ്യാമേട്ടൻ്റെ സിനിമ അരികെ. അരികയിലെ വില്ലൻ ഞെട്ടിച്ചു കളഞ്ഞു മലയാളികളെ. ആക്ച്വലി വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, പാവാണ് അയാളൊരു അസുഖമുള്ള ആളായിരുന്നു. അതെ അതെ അതെ, പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മൾ അത് it was a great, and see Shyam Chetan is a great director. And ഞാൻ ഈ ഫാസിൽ സാറിനൊക്കെ പറഞ്ഞ മാതിരി തന്നെ അദ്ദേഹത്തിനെ പോലെ ആർട്ടിസ്റ്റിനെ മോൾഡ് ചെയ്യാൻ കഴിവുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്. സം ഓഫ് ദം ദേ ലീവ് ഇറ്റ് യു ആൻഡ് ആ വരുന്നതിൽ നിന്ന് ബെസ്റ്റ് ദേ ടേക്ക്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് മോൾഡ് ചെയ്ത് എടുക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. ശ്യാം ചേട്ടൻ ഇസ് ലൈക്ക് ദാറ്റ് ആൻഡ് ഹീ നോസ് ആ ഒരു ഹൗ ഇറ്റ് ഹാസ് ടു ബി, ആ ടൈമിങ് എങ്ങനെ ആയിരിക്കണം, നീ പറയേണ്ടത് എങ്ങനെ ആയിരിക്കണം. ആൻഡ് ഞാൻ അതിനു മുമ്പേയും അദ്ദേഹത്തിൻ്റെ ബോക്ഷൂ ദ മിത്ത് എന്നിട്ടൊരു ഇംഗ്ലീഷ് ഫിലിം ചെയ്തു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ദാറ്റ് വാസ് എ ബിഗ് പ്രോജക്റ്റ് വേർ ഇർഫാൻ ഖാൻ, നന്ദന സെൻ, പിന്നെ ഹോളിവുഡ് എന്നുള്ള 3-4 ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ശ്യാം ചേട്ടൻ ചെയ്ത ഒരു ഹോളിവുഡ് കൊളാബറേഷനിൽ ചെയ്തൊരു പടം, അതിലൊരു മെയിൻ റോള് ഞാൻ ചെയ്തു. ദിസ് വാസ് ഇൻ 2000. സോ ഓൾറെഡി അദ്ദേഹത്തിനോട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഐ നോ വാട്ട് കൈൻഡ് ഓഫ് എ ഡയറക്ടർ ഈസ്. ആൻഡ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം ആ ക്യാരക്ടറിനെ ട്രീറ്റ് ചെയ്ത വിധം. ആൻഡ് വില്ലൻ അല്ല, ബ്രില്യന്റ് പെർഫോമൻസ്, എവറിബഡി വാസ് ഔട്ട്സ്റ്റാൻഡിങ്. എല്ലാവരും അതെ. അപ്പോൾ ഈ ശ്യാം ചേട്ടൻ്റെ ഒരു ടെക്നിക്ക് വാസ്, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് ഡേ ആ ഡൈനിങ് റൂമിൽ ആ സീനാണ് എടുക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, പിന്നെ ഇത് അണ്ടർലൈങ് ഒരു സ്വീറ്റ്നെസ് അത് എടുത്തങ്ങ് കളഞ്ഞേക്കില്ല, അത് വേണ്ട, വി ഡോണ്ട് വോണ്ട് ദാറ്റ് ഗുഡ്നെസ് ഒരു നേച്ചർ അണ്ടർ. അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ ഓരോ നേച്ചർ, ജസ്റ്റ് വൈപ്പ് ഇറ്റ് അവേ. ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ് ആൻഡ് ദാറ്റ് റിയലി വെന്റ് ഇൻടു മീ. ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് വൺ ഒരു സാര ഡെങ് വന്ന്, ഓക്കെ ദാറ്റ് ഇസ് ഇറ്റ് നൗ. പക്ഷെ ആ ഒരു ത്രോ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കാണുന്ന ആ മൂമെന്റ്സ് ഇപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട്. ഇറ്റ് വാസ് എ ഗ്രേറ്റ്, ഒരു ആക്ടർ എന്ന നിലയിൽ തീർച്ചയായിട്ടും എനിക്ക് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ്. ചെറിയ റോളായിരുന്നെങ്കിലും പെർഫോമൻസ് വൈസ് ശ്യാം പ്രസാദ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് മോൾഡ് ചെയ്ത് കൊണ്ടുവന്നു. എല്ലാവരും നോട്ടീസ് ചെയ്യുകയും ചെയ്തു. തീർച്ചയായിട്ടും. പക്ഷേ ഇത്തരത്തിലുള്ളൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മളതിലൊരു വിജയം പ്രതീക്ഷിക്കും. എൻഡ് ഓഫ് ദ ഡേ എത്ര കലാമൂല്യം എന്ന് പറഞ്ഞാലും സിനിമയ്ക്കും ഒരു ബിസിനസ്സുണ്ട്, അതിൽ മുതൽ മുടക്കുണ്ട്. അപ്പോൾ അതിനെ അത് പ്രൊഡ്യൂസർ തീർച്ചയായിട്ടും അത് അർഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുകയും ചെയ്യും. അത്തരത്തിൽ അത് എത്താതെ പോകുമ്പോൾ എങ്ങനെ കാണുന്നു ആ ഒരു? അല്ല, അത് തീർച്ചയായിട്ടും ഭയങ്കര വിഷമം ഉണ്ടാവും. പക്ഷെ അതിൽ ആ വിഷമം ഇങ്ങനെ കൂടെ കൊണ്ട് നടന്നാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് ബിക്കോസ് സോ മച്ച് ഓഫ് എഫേർട്ട് ബൈ എവ്രിബഡി. ആർട്ടിസ്റ്റ് ആയാലും ടെക്നീഷ്യൻസ് ആയാലും ഇത്രയും മനസ്സും എല്ലാം അതിലങ്ങോട്ട് അർപ്പിച്ചിട്ട് ചെയ്യുന്ന ഒരു സാധനം അത്. വെദർ യു ആർ ടേക്കിംഗ് അബൌട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ഓർ ഷൂട്ടിംഗ് ടൈമോ എന്താണെങ്കിലും. അപ്പോൾ അതും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് വെൻ ദ പ്രോഡക്റ്റ് ഇസ് ഗുഡ്. ഇപ്പോൾ പടം ഗംഭീരമായിട്ട് വന്നു കഴിഞ്ഞിട്ട് അത് മാർക്കറ്റിംഗ് പാളിച്ചകൾ കൊണ്ട് ആൾക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. ഇറ്റ്സ് എ റിയാലിറ്റി നൗ. ഞാനൊക്കെ ഐ എം ഗെറ്റിംഗ് യൂസ്ഡ് ടു ഇറ്റ്.
because we can't do I mean എന്നെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് I have no other choice. Maximum what I can do is publicity, pre-publicity ചാനൽസിൽ പോയി ആൾക്കാരെ കാണാൻ റിക്വസ്റ്റ് ചെയ്യാം. അതെ അതെ പ്രൊമോഷൻ മാക്സിമം പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം ഞാൻ ഇപ്പം ഇങ്ങനത്തെ പടങ്ങൾക്കൊക്കെ പ്രൊഡ്യൂസേഴ്സിന് ദേ ഹാവ് ഒരു ഫിനാൻഷ്യൽ ലിമിറ്റേഷൻ ഉണ്ട്. ദേ കനോട്ട് സ്പെൻഡ് ലൈക്ക് ദാറ്റ് ഫോർ പബ്ലിസിറ്റി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ ഒരു കാലത്ത് എനിക്ക് തോന്നുന്നത് ഇത്തരം സിനിമകൾക്ക് ഒരു സ്പേസ് വേണം, എന്നാലേ ആൾക്കാർക്ക് എത്താനുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ടതുണ്ടായിരുന്നു. ഇപ്പം നക്ഷത്രങ്ങളായാലും ആകാശദൂതായാലും സർഗമായാലും അല്ല ഈ പടം കമേഴ്ഷ്യലി സക്സസ്ഫുൾ ഫിലിംസ് ഫസ്റ്റ് വീക്ക് ഒക്കെ വാസ് ഒരു ഗ്രേസ് ടൈം for people to know and come. അതിപ്പോ ഇല്ല. ഇപ്പോന്ന് വെച്ചാൽ ഇറങ്ങി തേർഡ് ഡേ ഹോൾഡ് ഓവർ ആണ്. forget third days, first second show noon show കഴിഞ്ഞ മാറ്റിനിക്ക് ആള് കുറഞ്ഞാൽ they take the film off. ചിലപ്പോൾ ചില സിനിമകൾ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് വർക്ക് ചെയ്യുന്ന സിനിമകൾ അതിനൊരു ഒരു ചെറിയൊരു സ്പേസ് കൊടുക്കണം. അല്ല ഒരു ഹൈലി ഡിബേറ്റബിൾ ടോപ്പിക് ആണ്. അതെ അതെ. പക്ഷെ എനിക്ക് തോന്നുന്നത് അറ്റ്ലീസ്റ്റ് ഒരു സംഘടനാ ലെവലിൽ ഇത്തരം സിനിമകൾക്ക് ഒരു ചെറിയ സ്പേസ് ദാറ്റ് ഈസ് ഗിവ് എ പ്രൈം ടൈം ഷോ, അറ്റ്ലീസ്റ്റ് 1 or 2 ഷോസ് ഇൻ സം ഓഫ് ദി സെന്റേഴ്സ് അറ്റ്ലീസ്റ്റ് ഫോർ എ വീക്ക്. അതെ അതെ അതെ. അത് കൊടുക്കാതെ ഹൗ ഡു യു എക്സ്പെക്ട്? ഇപ്പൊ ഞാൻ പറഞ്ഞു കാംബോജി എന്ന് പറഞ്ഞ പടം വളരെ മനോഹരമായിട്ട് അതിന്റെ തീമായാലും ട്രഡീഷണലി ഓറിയന്റഡ് മ്യൂസിക് ആയാലും ശ്രീ എം ജയചന്ദ്രൻ has given അദ്ദേഹത്തിന്റെ ആത്മാവ് അങ്ങോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. അത്രയും മനോഹരം. വിനോദ് മങ്കരയുടെ ബ്യൂട്ടിഫുൽ ക്രാഫ്റ്റ്, ഞങ്ങളുടെ എല്ലാം ലൈഫിൽ കിട്ടാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് റോൾസ്. ഇപ്പം എൻ്റെ ക്യാരക്ടർ ആയാലും ലക്ഷ്മിയുടെ ആയാലും ഓൾ രചന നാരായണൻകുട്ടി, ഹരീഷ് പേരടി, ഇന്ദ്രേട്ടൻ, ഇവരുടെ എല്ലാം അസാധ്യം പെർഫോമൻസസ് ഉള്ള പടമാണ്. പക്ഷെ ഇറ്റ് ഈസ് എൻ ഓഫ് ബീറ്റ് ഫിലിം. അങ്ങനെ ഒരു കമേഴ്ഷ്യലി കോമഡി അങ്ങനെയൊന്നുമില്ല പടങ്ങളല്ല. പക്ഷെ മ്യൂസിക് ഇസ് ദെയർ. ആ പടം വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ റിലീസിന് തൊട്ട് മുമ്പാണ് ആ സ്ട്രൈക്ക്. വി ഹാഡ് എ വെരി അൺഫോർച്ചുനേറ്റ് സ്ട്രൈക്ക് ഇൻ ഡിസംബർ. നമ്മളെല്ലാ പബ്ലിസിറ്റിയും അത് പ്രൊഡ്യൂസ്ഡ് ബൈ ഒരു ലക്ഷ്മി പത്മനാഭൻ എന്ന് പറഞ്ഞിട്ട് ഷീ ഈസ് എ റിട്ടയർഡ് പ്രൊഫസർ ഹു വാസ് എ വിഡോ ഫ്രം ബോംബെ. സോ അവര് ഔട്ട് ഓഫ് ടോട്ടൽ പാഷനാണ് അവരുടെ ലൈഫ് ഏർണിങ്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ പടം ചെയ്യുന്നത്. അല്ല അതൊരു എക്സ്റ്റെൻഡ് ചെയ്ത് പോയി റിലീസ് എക്സ്റ്റെൻഡ് ചെയ്തു. ദീസ് ആർ തിങ്സ് ഞാനതിനെ പിന്നെ ഒരു ഫേറ്റ് ഓഫ് എ ഫിലിം എന്നുള്ള രീതിയിൽ കാണും. പക്ഷെ അങ്ങനെ ഒരു ഫേറ്റിലേക്ക് പോകരുത് പടം, എസ്പെഷ്യലി വെൻ സോ മച്ച് ഓഫ് ആർട്ടിസ്റ്റിക് എഫേർട്ട് ഇസ് പുട്ട് ഇൻ. അതാണ് ഞാൻ പറയുന്നത്. ഇത്രയും ഇപ്പം എം ജയചന്ദ്രനെ പോലെ ഇത്രയും പ്രഗത്ഭനായ ഒരു മ്യൂസിക് ഡയറക്ടർ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി അത്രയും സമയം ചെലവഴിച്ച് അദ്ദേഹം പറഞ്ഞിട്ട് അതിൻ്റെ റീ റെക്കോർഡിങ് യു ഷുഡ് ഹിയർ ദറ്റ് മ്യൂസിക് ഈസ് ഗിവൺ. അത്ര ഫാന്റാസ്റ്റിക് ആയിട്ട് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഇമാജിൻ ദ ക്വാളിറ്റി ഓഫ് ദറ്റ് പ്രോഡക്റ്റ്. ആൻഡ് നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനും അതെ ഒരു കൾച്ചറലി ഓറിയൻറ്റഡ് ആയിട്ടൊരു സബ്ജക്റ്റ് വരുമ്പോൾ ദേ ക്യാൻ കണക്ട് ടു വാട്ട് ആർ പ്രഷ്യസ് ആർട്ട് ഫോംസ്. നമ്മുടെ പാരമ്പര്യ കലകളെക്കുറിച്ച് അറിയാനൊരു അവസരം അത് അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള ഒരു വഴി കൂടിയാണ്. പക്ഷെ അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് അത്തരം സിനിമകൾക്ക് എങ്ങനെയെങ്കിലും ഒരു സ്പേസ്. ഇപ്പം ആ പടത്തിന് തന്നെ എനിക്ക് ഓർമ്മയുണ്ട് എവിടെയോ 10 മണിക്ക് രാവിലെ ഒരു ഷോ ഒരു തിയേറ്ററിൽ. ദാറ്റ്സ് ദ ഓൺലി ഷോ. ഹൂ വിൽ കം ടു വാച്ച് കാംബോജി അറ്റ് 10 o'clock in the morning? അതെ അതെ അതെ. അല്ല പ്രൈം ടൈമിൽ അത്രയും നല്ലൊരു തിയേറ്ററിൽ കൊടുക്കണം ഒരു ഷോ അറ്റ്ലീസ്റ്റ് ഒരു ഈവനിങ് ഓർ മാറ്റ്നി കൊടുത്താൽ അറ്റ്ലീസ്റ്റ് സം ബിക്കോസ് ഫാമിലി ഓഡിയൻസ് വരാനൊരു ഇത് വേണം. വരുന്നതേ വലിയ കാര്യമാണ് ഇപ്പം. സോ മച്ച് ഓഫ് പീപ്പിൾ ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് ബെറ്റർ തിങ്സ് ടു ഡു. സോ ഇഫ് ദേ ഹാവ് ടു കം ഔട്ട് ആൻഡ് വാച്ച് എ ഫിലിം ഇറ്റ് ഹാസ് ടു ബി ഇൻ ഒരു കൺവീനിയന്റ് ടൈം. സത്യം കാര്യം നല്ല സിനിമകൾ വിജയിക്കും. ബിക്കോസ് അത് ഭയങ്കരമായിട്ട് ഈ പ്രൊഡ്യൂസേഴ്സിനെ ഡിസ്കറേജ് ചെയ്യും. ഇത്തരം പ്രോജക്ട്സ് ആയിട്ട് വരുന്ന വളരെ എന്റർപ്രൈസിങ് ആയ പ്രൊഡ്യൂസേഴ്സിന് ഇപ്പം നമ്മുടെ ഈ ലക്ഷ്മി ചേച്ചിനെ സോ she was totally give up ചെയ്തു. I mean I never expected this would be the kind of experience I'll have to go through എന്ന് വരെ അവര് മനസ്സിൽ വിഷമിച്ചു. അല്ല വളരെ പ്രതീക്ഷയോടുകൂടി പരീക്ഷണാർത്ഥം വന്നത്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യൽ പ്രതീക്ഷ അല്ല, മനസ്സിലായി നല്ലൊരു സിനിമ ചെയ്യുമ്പോൾ ജനങ്ങളിലേക്ക് എത്തണം. ഓക്കെ, അതിൽ നിന്ന് ഓഫ് കോഴ്സ് റിസൾട്ട്സ് ആർ ഗുഡ്. പക്ഷെ അവരെ ഇന്റൻഷൻ വാസ് നോട്ട് ടു ഗിവ് make a huge profit money or appdi kedayadile. Her intention was to do
സംതിങ് ഇൻ ദ നെയിം ഓഫ് എ ഹസ്ബൻഡ് ടു പ്രൊമോട്ട് ആർട്സ്. സോ അത്തരം യുനോ വളരെ തപസ്യ പോലെ കലയെ കാണുന്ന ആൾക്കാർക്ക്, അതായത് ടു ഡു സംതിങ് ഫോർ ഇറ്റ്, വരുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ടെക്നിക്കൽ ഫാക്ടേഴ്സ് വിൽ ബിക്കം വെരി ഡിസ്കറേജിങ്. ബട്ട് ഐ എം ഷുവർ ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സൊല്യൂഷൻ ഉണ്ടാവണമെന്നാണ് നമ്മുടെ ആഗ്രഹവും.